യുവചട്ടക്കാരൻ കരളി ബാലകൃഷ്ണന്റെ കയ്യും പിടിച്ചു വരികയാണ് മക്കളെ. പാരന്നൂരിന്റെ നാമം പഴഞ്ഞിൽ പതിവായി നടക്കുന്ന കരുത്തുകാരനും ആരവങ്ങളെ നെഞ്ചുരിപ്പാക്കി ശീലിക്കുമ്പോഴും അരുമ സൗന്ദര്യത്തിന്റെ ആരോമലായി മാറുന്നവൻ. ആരു കണ്ടാലും നെഞ്ചുലേറ്റുന്ന സൗന്ദര്യ പെരുമയുമായി ആനലോകത്തിന്റെ ഇടനെഞ്ചിൽ തന്റെ നാമം കുറിച്ചിട്ടവൻ. തന്റേതായ വേദികളിൽ താൻ രചിക്കുന്നതാണ് ചരിത്രമെന്ന് പലകുറി തെളിയിച്ചു നിന്നവൻ. ചെറുവരമ്പത്തുകാവും ചിനക്കത്തൂരും തുടങ്ങി ഊരകത്തും ഉത്രാളിക്കാവിലും കൂടൽ മാണിക്യത്തുമടക്കം ആരാധകർ ഏറ്റെടുത്ത വിസ്മയം. ആരെയും കോരിത്തരിപ്പിക്കുന്ന ഉടലെഴുതുകൊണ്ട് ഉലകം തന്നെ തന്റെ കാൽക്കീഴിൽ ഭരിക്കുന്നവൻ. വീര സൗന്ദര്യങ്ങളെ മാറോട് ചേർക്കുന്ന കുന്നംകുളംകാരുടെ സ്വകാര്യ അഹങ്കാരം ഗജരാജരത്നം പാറന്നൂർ നന്ദൻ. പതിവിന്റെ പ്രവൃത്തിയോടെ കൂടിയ മീനാടിന്റെ വീരനായകൻ. വടക്കൻ പടക്കളങ്ങൾ അടക്കി ഭരിക്കാൻ തെക്കൻ കളരിയിൽ നിന്നും ചുവടുവച്ചു വന്ന ആ അംഗചേതവൻ സഖ്യവാരണപുത്രൻ മീനാട് വിനായകൻ. തെക്കുപാടുന്ന തന്നെ നയിക്കുവാൻ വടക്കു നിന്നും വന്ന യുവചട്ടക്കാരൻ കൊളങ്ങാട്ടുകര രഞ്ജുവിന്റെ കയ്യും പിടിച്ചു കടന്നു വരികയാണവൻ. പുത്തൻ പുതിയ അധ്യായങ്ങളിൽ പുതുമയുടെ വീരസാഹിത്യം രചിച്ചു ചേർക്കുന്ന ധീരനായകൻ. ഏറ്റെടുക്കുന്ന പൂരങ്ങളിൽ ഏറ്റവും മികച്ചവനെന്ന പേരും പെരുമയും സ്വന്തമാക്കി മടങ്ങി ശീലിച്ചവൻ. ഇതാ ആരവങ്ങളെ സ്വീകരിച്ച് തലയുയർത്തി നിൽക്കുമ്പോഴും അഴകിന്റെ ചാരുതയെ കൂടെ കൂട്ടുന്നവൻ. ആണായി പിറന്നത് ആഘോഷം നയിക്കുവാൻ തന്നെയെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുത്ത മീനാടൻ. അതെ, വരികയാണ്, കടന്നു വരികയാണ് മീനാടൻ. ആരാണെന്ന് ആരാണ്ടവർ അതേ രീതിയിൽ മറുപടി കൊടുത്ത മീനാടൻ. ഒറ്റ തെങ്ങിന്റെ ആവേശത്തിൽ ഒത്തിരി അർത്ഥതലങ്ങൾ സമ്മാനിച്ച മീനാടന്റെ വരവ് ഉയരെ പെരുമകൾക്കപ്പുറം ഇലകം മയക്കുന്ന കാന്തിയുമായി ഉശിരി കാണിക്കുവാൻ ഇറങ്ങിയ മീനാടനിതാ പടയ്ക്ക് പോരാളികളെ തേടി ഇറങ്ങുമ്പോൾ തെക്കൻ മലയാളത്തിലും തുറക്കണമെന്ന് കാണിച്ചു തന്ന മീനാടൻ സഖ്യവാരണപുത്രൻ മീനാട് വിനായകൻ. ആവേശത്തിന്റെ തീരാസാഗരമൊരുക്കി ജനമനസ്സുകൾ കാത്തു നിൽക്കുന്ന പഴഞ്ഞിയുടെ വിരിമാറിലേക്കിതാ. അതെ, പഴഞ്ഞിയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചിലേറ്റി ന്യൂ ബസാർ ബാങ്ക് അവന്യൂവിന്റെ കയ്യം പിടിച്ചു വരികയാണവൻ. അലയടിക്കുന്ന ആവേശങ്ങളെ അടക്കി ഭരിച്ചു ശീലിച്ച തെക്കൻ തുർക്കി ഗജകേസരി ആമ്പാടി മഹാദേവൻ. വരികയാണ് പ്രിയ സാരഥി വടക്കൻ ബിനുവിന്റെ കയ്യും പിടിച്ചു വരികയാണ്. ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും ചെറുപ്പത്തിന്റെ ചോര തിളപ്പമായി മലയാള മണ്ണിലെത്തിയവൻ. എണ്ണം പറഞ്ഞ ഗജരാജ കില്ലാടികളെ മാത്രം മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാലപ്പുറം ബച്ചായന്റെ കണക്കു തെറ്റാത്ത കണ്ടത്തിൽ കരുത്തിന്റെ യൗവനകാലത്ത് അക്ഷര നഗരിയുടെ വിരിമാറിൽ ധീരചരിതങ്ങൾ കുറിച്ചു നിന്നവൻ. മറക്കാനാവാത്ത ആവേശങ്ങളിലേക്ക് തലയെടുപ്പമായി കടന്നു ചെന്ന മലയാളക്കരയുടെ വീരതിലകം വാരിച്ചൂടിയവൻ. തർക്കമില്ലാത്ത ആവേശങ്ങളിലേക്ക് ചെന്നു കയറുവാൻ ചങ്കൂറ്റത്തിന്റെ ശരമാരി പെയ്യിപ്പിച്ച ചരിത്രമുള്ളവൻ. ന്യൂ ബസാർ ബാങ്ക് അവന്യൂവിന്റെ പടനായകൻ ഗജകേസരി ആമ്പാടി മഹാദേവൻ. തിലകം തൊടുവിച്ചുകൊണ്ട് പഴഞ്ഞി പള്ളി പെരുന്നാളിന്റെ ഗജസംഗമം ഒരുങ്ങുമ്പോൾ ദാ കടന്നു വരികയാണവൻ. ജെറുസലേമിന്റെ കൊമ്പൻ വരികയാണ് മക്കളെ. വമ്പൻ എന്ന വിളിച്ച കാലത്തും വശ്യ സൗന്ദര്യം പകർന്ന വള്ളവനാടിന് അഭിമാനത്തിന്റെ പൊൻവസന്തം സമ്മാനിച്ചവൻ. ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെയും അലങ്കാരത്തിന്റെയും പെരുന്നാളിന് താൻ തന്നെ പടനായകനെന്ന് തെളിയിച്ചവൻ. ഇതാ അവതരിക്കുന്നു കുനിയങ്കാട്ടിലെ വല്യാന ചെത്തല്ലൂരിന്റെ കൊമ്പനാണ്
ശരമാരി പെയ്യിക്കുവാൻ ജെറുസലേമിന്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്റെ ഉടമയും സാരഥിയുമായ ബാബുവേട്ടനോടൊപ്പം ചെക്കല്ലൂരിന്റെ വല്യാന കടന്നു വരികയാണ്. ചെറുതല്ലാത്ത വിജയങ്ങൾ മാത്രം തന്റെ ജീവചരിത്രത്തിൽ ചേർത്തു നിർത്തിയ വീരനായകൻ വരികയാണ്. പോരാട്ടങ്ങൾ തന്റെ ശൈലിയെന്നും നേരിട്ടാൽ വിജയം തനിക്ക് മാത്രമെന്നും പലകുറി തെളിയിച്ചവന്റെ വരവ് പടക്കൊരുങ്ങിയ മണ്ണിലെല്ലാം പ്രൗഢിയുടെ അവസാന വാക്കായി കൈതിളങ്ങിയ ചരിത്രം ഇവന് മാത്രം. അതിലുണ്ടാക്കുന്ന ചൈതന്യങ്ങളുടെ നടുവിൽ ആഘോഷ പെരുമ ആഗ്രഹിക്കുന്ന മുത്തപ്പനെ സാക്ഷിയാക്കി അവതരിക്കുന്ന കുഞ്ഞിയം നാട്ടിലെ തമ്പുരാൻ. കാലവും ചരിത്രവും കാലഘട്ടങ്ങളും ആഘോഷത്തിനും ആഘോഷത്തിനുമായി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച പഴഞ്ഞിക്കാരുടെ സ്വന്തം പെരുന്നാൾ കൂടുവാൻ ഇനിയിതാ കടന്നു വരികയാണ് ആശുപത്രികളുടെ പെരുന്നാൾ സംഘത്തിന്റെ കൊമ്പൻ. ചരിത്ര ചാരുതകളെ തന്റേതാക്കി മാറ്റിയ വള്ളുവനാടൻ പടനായകൻ ഗജരാജകേസരി ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ. കടന്നു വരികയാണവൻ. ആണ് കേരളത്തിന് വേറിട്ട ആവേശം പകർന്നു നൽകിയ ആമ്പല്ലൂരിലെ ആടരുതൻ, ഊട്ടോളി തറവാട്ടിലെ ഉയരക്കേമൻ, ഗജ ചക്രവർത്തി ഊട്ടോളി മഹാദേവൻ. ഇതാ തന്റെ പുതുസാരഥി യബിന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഗാരിസൺ പെടന്നിയുടെ താരസൂര്യൻ. ഏറ്റുമുട്ടാൻ വന്നവരെ ഏറ്റവും മികച്ച രീതിയിൽ പോരാട്ടം പഠിപ്പിച്ചാണ് രുതൻ. പല പല നാടും പാലോടും കടന്ന് ഊട്ടോളിയുടെ പടിവാതിൽക്കൽ അവതരിച്ച ഗജസൂര്യനിതാ വരികയാണ്. ഗാരിസൺ പഴനിയുടെ 3 കൊമ്പന്മാരിൽ ഒരുവനായി വന്നു ചേരുകയാണവൻ. അക്ഷരനഗരി കടന്നു വരുന്ന അഴകിന്റെയും ആണത്തത്തിന്റെയും ആനരൂപവും കൂടെയുണ്ട്. പാലകാപ്യ പ്രതാപി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിയും. അതെ, ഇത് ഗാരിസന്റെ വരവാണ്. ഗാരിസൺ പഴനിയുടെ 3 ഗജരാജാക്കന്മാരിൽ ആരവത്തിനോടൊപ്പം പേരും പെരുമയും ഇരട്ടിയാക്കി അവനും വരികയാണ്. ആണുങ്ങളിൽ ആണുങ്ങൾ വാഴുന്ന വടക്കൻ മലയാളത്തിന്റെ വീരനായകൻ ഗജരാജൻ അക്കരമേൽ ശേഖരനും വരികയാണ്. അതെ, ഇത് ഗാരിസന്റെ വരവാണ് മക്കളെ. ഈ മണ്ണിലേക്ക് 3 ഗജതാരങ്ങൾ വരികയാണ് മക്കളെ. അതെ, പകരം വയ്ക്കാത്ത ആവേശം പലകുറി പഴനിയിൽ സമ്മാനിച്ച പാലകാപ്യ തിലകം, പ്രൗഢി എന്ന വാക്കിനും പകിട്ടെന്ന ശൈലിക്കും പകരമേറുന്ന നാമധേയം ഗാരിസൺ പഴനിയുടെ 3 വീരന്മാരിൽ താരസൂര്യൻ, ആമ്പല്ലൂരിലെ ആടരുതൻ, ഗജ ചക്രവർത്തി ഊട്ടോളി മഹാദേവൻ. ൂടങ്കല്ലുങ്കൽ വാഴുന്ന രണ്ടാമൻ രാജരാജ പെരുമാളിന്റെ വീരസോദരൻ, ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. വരികയാണ് സാരഥി അപ്പു ഇടക്കച്ചിയുടെ കയ്യും പിടിച്ചു വരികയാണ്. പൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാധിരാജ പെരുമാളിന് എന്നുമെന്നും തുണക്കാരനായി കൂടെ നിൽക്കുന്നവൻ വരികയാണ്. ആരാധകർക്കിടയിൽ സൂര്യശോഭ പരത്തി തിളങ്ങുവാൻ താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിച്ച ഒന്നാന്തരം ആൺപിറപ്പാണിവൻ. ഏത് പൂരത്തിന്റെ നടുവിലും കയറി നിന്ന് രാജാവാകുവാൻ കരുത്തും കാതലും തനിക്കുണ്ടെന്ന് കാണിച്ചു തന്നവനാണിവൻ. പെരുമാൾ നയിച്ച പൂരങ്ങളിൽ പലതിനും പെരുമയോടെ അകമ്പടി സേവിച്ച സേനാനിയാണിവൻ. രക്തത്തിലെ വീര്യം ക്ഷത്രിയർ അലങ്കാരമെന്നാണ് കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. 6-ാം വയസ്സിൽ പാമ്പാടിയിലേക്കും അവിടുന്ന് ആയിരങ്ങളുടെ ഇടയിലേക്ക് മുതിച്ച സുന്ദര സിന്ദൂരം ത്രിലോക കേസരി പാമ്പാടി സുന്ദര. നിനക്കൊരായിരം സ്വാഗതം. കണക്കില്ലാത്ത ആരവങ്ങൾക്കായിയുടെ മടിത്തട്ടിൽ നിന്നും ആവേശത്തിന്റെ ധീര യുവത്വത്തെ സ്വീകരിക്കുവാൻ പൂരനഗരിയിലേക്ക് കടന്നു വന്നവന്റെ വരവ് എന്നുമെന്നും നല്ലത് മാത്രം സ്വന്തമാക്കുന്ന മച്ചാട് ഗ്രൂപ്പിന്റെ അഭിമാനമായി അവസാനം കടന്നു വന്ന കൊണ്ടനാണ്
മാമാങ്കം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മലയാളക്കരയിലെ ഇതിഹാസ പിറവിയായി തീരുവാൻ നിയോഗം കിട്ടിയവൻ. അതെ, ആർക്കു മുന്നിലും മുട്ടുമടിക്കാതെ ആ രീതിയുമായി അക്ഷരനഗരി അടക്കി ഭരിക്കുന്ന യുവരാജാവിന്റെ വരവ്. എണ്ണം പറഞ്ഞ വേദികളിലേക്ക് തന്റെ ജൈത്രയാത്ര തുടരുവാൻ പൂരനഗരിയെ തട്ടകമാക്കി സ്വീകരിച്ചവൻ വടക്കാഞ്ചേരിയുടെ വീരപുത്രൻ യുവരാജ ശ്രേഷ്ഠൻ മച്ചാട് ശ്രീ അയ്യപ്പ. നിനക്കും നിന്റെ സാരഥിമാർക്കും സ്വാഗതം. നിറനിറയുന്ന ആരവങ്ങൾക്ക് നടുവിൽ ആണുങ്ങളുടെ ആവേശം നിറയുമ്പോൾ ഇതാ വരികയാണവനും. ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും വരികയാണ്. ആരു കണ്ടാലും കൊതിക്കുന്ന വേറിട്ടഴകിന്റെ നേർരൂപമായി മലയാള മണ്ണിൽ വാഴുന്ന സൗന്ദര്യം. പാലോടും ഓമല്ലൂരും ആരവങ്ങളെ സമ്മാനിച്ച ഭൂതകാലം അലങ്കരിച്ചവൻ. ഭാവഭേദങ്ങൾ മാറിമറിഞ്ഞ കാലത്തും ശാന്തതയുടെ നേർരൂപമായി നിറഞ്ഞു നിന്നവൻ ഗജരാജൻ. ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും കൂടെ വരികയാണ്. സ്വാഗതം, പഴനിയുടെ മണ്ണിലേക്ക് സ്വാഗതം. കുന്നംകുളം മണ്ണിൽ ആവേശം നിറഞ്ഞു നിൽക്കുന്ന നേരത്തിനീതാ കടന്നു വരുന്നു. ഗജമലയാളത്തിന്റെ തട്ടകപ്പെരുമയ്ക്ക് കാവലായി കാലങ്ങൾ കഥ പറയുന്ന മരുതൂർ കുളങ്ങരയുടെ ഗജസൈന്യാധിപനായി വാഴുന്നൊരു ഗണപതി ചന്തം. അഴകിന്റെ യാവനാടിയിൽ തന്നെ ഒളിയമ്പുമായി ആന കേരളത്തിൽ വ്യത്യസ്തത അലങ്കാരമാക്കി കുടികൊള്ളുന്നവൻ മരുതൂർ കുളങ്ങര ദേവന്റെ മാനസപുത്രൻ ഗജകേസരി മരുതൂർ കുളങ്ങര മഹാദേവൻ. വരികയാണ്. വീശിയടിക്കുന്ന കാറ്റിനോട് വരെ ആവേശത്തോടെ കൂടെ നിൽക്കുവാൻ പറയുന്ന മാതംഗ തിലകം. എഴുന്നള്ളിപ്പിന്റെ രാജ നിറയുന്ന മണ്ണിൽ, ആ രാജകല നിറയുന്ന മണ്ണിൽ തികമാർന്ന ചന്തമായി വരുമെന്ന മാതംഗ ശ്രേഷ്ഠൻ വരികയാണ്. അതെ, അച്ചായൻസിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ പഴനിയുടെ മണ്ണിലേക്ക് വരികയാണ്. പഴനിയുടെ ആഘോഷം പൊടിപൊടിക്കുന്ന നേരത്ത് ഈ മണ്ണിലേക്ക് വരുന്നുണ്ട് മറ്റൊരു ഗജവീരൻ. ഉത്സവ കേരളത്തിന്റെ നരസാന്നിധ്യം ഗജകേസരി എടത്തനാട്ടുകര കൈലാസനാഥനും. കൂടെയുണ്ടവനും. നേരായ ആവേശങ്ങൾ കൊണ്ട് താരമൂല്യങ്ങൾ അരങ്ങുപാടുന്ന മണ്ണിൽ വീണ്ടും ഗജരാജ മഹിമ നിറയുമ്പോൾ ഇതാ പൂരനഗരിയിൽ നിന്നൊരു താരോദയവും വരികയാണ്. ആരാധക ഹൃദയങ്ങളുടെ ആവേശം കീഴടക്കിയ മധ്യകേരള മഹിമയിലെ വേറിട്ട ഗജ സൗന്ദര്യം തൃശ്ശൂർ പേരൂരിന്റെ മറ്റൊരു താരനായകൻ ഗജകേസരി അയ്യപ്പത്തു ബാലകൃഷ്ണൻ. തെക്കൻ മലയാളത്തിന്റെ ഹൃദയ കോവിലിൽ വാഴുന്ന കരുത്തിന്റെ ആനച്ചന്തം വിശ്വവീര ചക്രവർത്തി പനയന്നാർക്കാവ് കാളിദാസൻ. എണ്ണം പറഞ്ഞ കാളിദാസന്മാർ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മലയാളക്കരയിൽ തെക്കൻ മലയാളത്തിന്റെ സൗന്ദര്യമായി നിറയുന്നവൻ ചുണ്ടംപറ്റ കൃഷ്ണൻകുട്ടിയിൽ നിന്നും പനയന്നാർക്കാവിലെ ആരോഗ്യലോണിയായി കടന്നു ചെന്നവൻ. ആലസ്യകാലം കഴിഞ്ഞ് രാജാവായി തിരികെ വരുവാൻ ഒരു നാടൊന്നാകെ കാവലിരിക്കുന്ന കരിവീര തിരുമകൻ. കണക്കു തെറ്റാത്ത കന്നഡ ആനച്ചൊന്തത്തിന്റെ തികവുകളും പേറി കടന്നു വരികയാണവനും. പഴഞ്ഞി ഗജസംഗമം അടക്കി ഭരിക്കുവാൻ മെയിൻ റോഡ് പട്ടിത്തടം ഇറക്കുന്ന തുറുപ്പ് ചീട്ട് സൗന്ദര്യ മികവിന്റെ സിന്ദൂര തുറിവിട്ട് ചന്തത്തിൽ ചമഞ്ഞൊരുങ്ങി വരികയാണവൻ. വടക്കും തലയുടെയും പനയന്നാർക്കാവിന്റെയും സ്വകാര്യ അഹങ്കാരം വിശ്വവീര ചക്രവർത്തി പനയന്നാർക്കാവ് കാളിദാസൻ. പഴനിയുടെ കയ്യം പിടിച്ചു വരികയാണവൻ. ആരെന്നറിഞ്ഞവർ ആരാധനയോടെ നെഞ്ചിലേറ്റി ആന കേരളത്തിന്റെ അഭിമാനതാരം. ആണുങ്ങളിലാണായ ആന കേരളത്തിന്റെ നെറുകയിൽ ഉദിച്ച ആവേശ സൂര്യൻ. ചിട്ടകളിൽ പ്രമാണിയായി ചന്തത്തിലും ചങ്കൂറ്റത്തിലും കയ്യൊപ്പ് ചാർത്തിയ ചിറക്കലെ ചക്രവർത്തി ചക്രവർത്തി ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ.
ചരിത്രവും ആവേശവും തനിക്കിന്നും കൈമോശം വന്നിട്ടില്ലെന്ന് വേദികളിൽ തെളിയിക്കുന്ന വള്ളവനാടൻ തന്നെയാണ്. യങ്സ് പഴനിയുടെ കൈയും പിടിച്ച് പെരുന്നാൾ കൊടിപ്പിക്കുവാൻ വരികയാണവൻ. ഗജസമ്രാട്ട് ചെർപ്പുളശ്ശേരി രാജശേഖരൻ. അതെ, ചന്തമുള്ള കാളിയെ വഴി നടത്തുവാൻ ചങ്കൂറ്റമോടെ കാരക്കോലെടുത്ത സാരഥി തൃക്കാരിയൂർ വിനോദിന്റെ കൈയും പിടിച്ചുകൊണ്ട് യങ്സ് പഴനിക്കായി വരികയാണ് മക്കളെ കാളി. വെല്ലുവിളികളുടെ പോർശ്വരങ്ങളെ എല്ലാം തെല്ലും ഭയക്കാതെ നേരിട്ട് വിജയത്തിന്റെ വെണ്ണിക്കൊടി ഉയരത്തിൽ വീശിയ കാളി. ഉശിര് പണയം വെച്ചും നട്ടെല്ല് വളച്ചും ശീലമില്ലാതെ ഉണർവോടെ പോരാടി ഉന്നതങ്ങൾ കീഴടക്കിയ കാളി. ആവേശമൗരുഷത്തിന് ഗതരൂപം പകർന്ന് കാലത്തോട് നീതിയുക്തമായ വിജയങ്ങൾ കൊണ്ട് മറുപടി തീർത്ത കാളി. വിജയസൂര്യനെ മറയ്ക്കുവാൻ പാഴ്ശ്വരങ്ങളുടെ പാഴ്മുറം തീരെ പോരെന്ന് തെളിയിച്ച കാളിയിതാ. ചിറവരമ്പത്ത് കാവിലും ചെനക്കത്തൂരിലും ചക്കുമരശ്ശേരിയിലും ഊരകത്തുമുത്രാളിയിലും ആവേശം തീർക്കുന്ന കാളി. തത്തമംഗലത്തും ഇത്തിത്താനത്തും തർക്കമില്ലാത്ത ആവേശം തീർന്ന അതേ കാളിയുടെ വരവ് ആറാട്ടുപുഴ തന്റെ തേരേറ്റ ഭൂമിയെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ കാളി. പോർക്കുളത്തും അയ്യമ്പറമ്പിലും കോട്ടാലിലും തൃത്താലയിലും നിറഞ്ഞാടുന്ന കാളിയിത. അതെ, ഇത് പഴഞ്ഞിയെങ്കിൽ ഈ പഴഞ്ഞിയിൽ തനിക്ക് സാമ്രാജ്യമുണ്ടെന്ന് തെളിയിച്ച് അവതരിക്കുകയാണ് കാളി. കരുത്തു കരുത്തു നൽകിയ ആ കാലത്തോട് കണക്കു തെറ്റാത്ത വിജയം കൊണ്ട് മറുപടി രചിക്കുകയാണവൻ. യങ്സ് പഴഞ്ഞിയുടെ നായകൻ ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസൻ. വരികയാണ് കണിക്കായി കാരക്കോലെടുത്ത സാരഥി. ഒപ്പം സുപ്രവിന്റെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു പഴഞ്ഞി പെരുന്നാൾ കൂടുവാൻ വരികയാണവനും. മണ്ണിൽ പിറന്നത് പോരാട്ടങ്ങൾക്ക് തന്നെയെന്നും പോരാടിയാൽ നായകത്വം തനിക്കു തന്നെയെന്നും തെളിയിച്ച വള്ളുവനാടൻ വില്ലാളി വീരൻ. ഇഞ്ചോടിഞ്ചു പോലും വിട്ടുകൊടുക്കാത്ത പോരാട്ടത്തിന്റെ ആ ഗതകാല ചരിത്രം തന്റെ പേരിൽ കുറിച്ചു ചേർത്തവൻ. കാലം കാത്തിരുന്ന രാജാവിനെ പോലെ കാലഘട്ടങ്ങളെ അടക്കി ഭരിച്ച് പൂരങ്ങളായ പൂരങ്ങൾ കൂടിയവൻ. നേരായ കാലത്തിന്റെ നെറുകയിൽ തന്നെ ഗജമുദ്ര പതിപ്പിച്ച ആ രാജശേഖരനിത. ആതിര രാജശേഖരനായും പുത്തൻകുളത്തെ പടനായകനായും തെക്കൻ കേരളം അടക്കിവാണവൻ. ഒരു തലമുറയ്ക്കാകെ ആനക്കമ്പത്തിന്റെ ചൂരും അറിയിച്ചു കൊടുത്തവൻ. കാലം ചെർപ്പുളശ്ശേരിയിലേക്ക് മാടി വിളിച്ചപ്പോൾ കയ്യെത്തും ദൂരത്തെ വിജയങ്ങൾ കീഴടക്കുവാൻ വള്ളുവനാട്ടിൽ കാലുകുത്തിയവൻ. അതെ, ഇത് രാജശേഖരനാണ്. വന്ന നാൾ ഇന്നോളം വള്ളുവനാടിന്റെ വല്യാണിയായി തന്നെ വിലസുന്ന ചെർപ്പുളശ്ശേരി രാജശേഖരൻ. ഗജതിലകം ചെർപ്പുളശ്ശേരി രാജശേഖര, നിനക്കും സ്വാഗതം. പ്രൗഢി കാണിച്ചും ഉയരപ്പെരുമ ചൂണ്ടിക്കാണിച്ചും പലരും വിയർക്കുമ്പോൾ ഇതാ ഉയരപ്പെരുമയുടെ അവസാന വാക്ക് രചിക്കുന്നുണ്ട് ഇവിടെ അവൻ. സാക്ഷാൽ ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസൻ. ഒപ്പത്തിനൊപ്പം പെരുമയും ഒന്നാകെ പറയുന്ന ഉയരവും തനിക്കും ആയുധമെന്ന് കാണിച്ച് ആ പാപ്പാലപ്പറമ്പിന്റെ കൊമ്പനാനയുമുണ്ടിവിടെ. പത്തരമാറ്റ് പ്രൗഢിയിൽ അക്ഷരനഗരി കടന്നു വന്ന പുതുപ്പള്ളിയിലെ സർവാധിപതി ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധുവുമുണ്ടിവിടെ. പട്ടം ചൂടിയ പെരുമയിൽ പട്ടാഭിഷേകത്തിന്റെ നാൾ കാവുകളും കാതു കോർപ്പിച്ചാൽ ചങ്ങല കിലുക്കങ്ങളും കേട്ടുണരുന്ന മനുഷ്യരുടെ ആഘോഷം ഉണർന്നു കഴിഞ്ഞു. വഴിയടിച്ചു പോകുന്ന കൊമ്പനെ വേലിക്കൽ കണ്ടുണരുന്ന ബാല്യങ്ങൾ തുടങ്ങി ആനക്കമ്പം തലയ്ക്ക് പിടിച്ച ജനതയുടെ ചായ ചർച്ചകളിൽ പോലും ആവേശം തുടിക്കുന്ന മണ്ണ്. അതെ, ബാല്യവും കൗമാരവും യൗവനവും ഗാർഹസ്ഥ്യവും വാർദ്ധക്യവും വരെ അതിരും മതിലുമില്ലാതെ ആഘോഷത്തിനായി ഒന്നാകുന്നവന്റെ മണ്ണ്. കഥകളിലൂടെ ഗതകാല സ്മരണകൾ പകരുന്ന തലമുറ തെളിയിച്ചു തന്ന മാർഗദീപം ഇന്നും കെടാതെ കൈവിടാതെ കാക്കുന്ന ജനത വസിക്കുന്ന മണ്ണ്. നേർച്ചകളും കാഴ്ചകളും ഒരുക്കി പറമ്പിലുണ്ടാകുന്ന കായ്കനികൾ വരെ കാത്തുവെച്ച് പെരുന്നാൾ കൂടുന്നവരുടെ മണ്ണ്. അതെ, കാതടിപ്പിക്കുന്ന ബാൻഡുമേളങ്ങൾ കേൾക്കാത്ത പഴഞ്ഞിക്കാരില്ല. താളം പിടിക്കാൻ അറിയാത്ത തലമുറയിൽ ഇവിടെയില്ല. വർണ്ണങ്ങൾ വാരി വിതറുന്ന ബാല്യകൗമാരങ്ങൾ മുതൽ
ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ ഒന്നാകുകയാണിവിടെ. പ്രായം വെറും അക്കങ്ങളിൽ മാത്രമെന്ന ആഘോഷം കൊണ്ട് തെളിയിക്കുകയാണിവിടെ. വിരുന്നെത്തുന്ന വയൽക്കിളികൾ പാടി പറക്കുമ്പോൾ അരുവായി തോടിന്റെ വിരിമാറിൽ ഗജരാജാക്കന്മാർ പള്ളി നീരാട്ട് കൈക്കൊള്ളുമ്പോൾ മനസ്സുണരുകയാണിവിടെ. അതെ, ചിറവരമ്പത്ത് കാവ് പൂരവും കടവല്ലൂർ ഏകാദശിയും കാളിയിറങ്ങുന്ന കാട്ടകാമ്പലെ ആവേശവും പാർക്കാടി പൂരവും മങ്ങാട് പൂരവും കിഴൂർ കാർത്തികയും പിന്നെ പൊന്നു മുത്തപ്പന്റെ പെരുന്നാളും ഒന്നുപോലെ ആഘോഷിക്കുന്നവരാണ് പഴഞ്ഞിക്കാർ. അതെ, ഈ സുദിനം സ്വപ്നം കണ്ടുറങ്ങുന്ന ഓരോ പഴഞ്ഞിക്കാരനും ഇന്നാവേശമാണ്, ഇന്നാഘോഷമാണ്. സ്വപ്നങ്ങൾ നിറച്ച് കളിച്ചൊപ്പ് തുറക്ക് ഇത്തവണയും ഓർമ്മകളുടെ സമ്മാന പൊതികൾ നീട്ടി നമുക്ക് ആഘോഷിക്കാം ഈ പെരുന്നാൾ, പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ. ഈ ആഘോഷം കൂടുവാൻ, പഴഞ്ഞിക്കാരന്റെ ആവേശത്തിൽ പങ്കുചേരുവാൻ ഓരോ ആഘോഷ പ്രേമികൾക്കും സ്വാഗതം. ആയിരം സ്വാഗതം, സുസ്വാഗതം.